ലൂക്കോസിന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 24-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. അതിലെ 13 മുതൽ 30 ആമേൻ സ്തോത്രം 5 വരെയുള്ള വാക്യങ്ങൾ ഈ സമയം ഒരാളുടെ ശബ്ദം ഉയർത്തി ആമേൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 13 മുതൽ ആമേൻ 30 ആമേൻ സ്തോത്രം 5 വരെയുള്ള വാക്യങ്ങൾ. അന്ന് തന്നെ അവരിൽ 2 പേര് യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ, നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതനും പ്രമാണിമാരും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, അത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർക്കുവാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് പ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മളോട് സംസാരിച്ചും തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടി എന്ന് പറയുന്ന 12 കൂടെയുള്ളവനെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്കറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. Praise the Lord. ഈ വചനം വായിച്ചു കേട്ടതിലൂടെ നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക. Praise the Lord. യേശു കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. യേശു കർത്താവ് 3 ദിവസം കല്ലറയിലായിരുന്നു. 3-ാമത്തെ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് രാവിലെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശു കർത്താവിന്റെ ഉയർപ്പിനെ ആദ്യം വിറ്റ്നസ് ചെയ്തത് സഹോദരിമാരാണ്. സ്തോത്രം. ചില സഹോദരിമാർ 24-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, അധികാലത്ത് കല്ലറയ്ക്കലെത്തി. 24वें वचन में ऐसे लिखा हुआ है, तब हमारे साथियों में से कई सुबह कब्र पर पहुंचे. യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതായി അവർ കണ്ടു. यीशु मसीह मरे हुए में से जी उठते हुए उन्होंने देखा. അവർ അവൻ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, സഞ്ചരിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അരികെ നിൽക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. जब आप देख सकते हैं कि जब वो इस प्रकार चिंतित थे, तब उन्होंने सफेद वस्त्र में उन्होंने कुछ एक पुरुष को देखा. യേശു എവിടെ? यीशु कहां पे है? യേശുവിനെ മരിച്ചവനായി ഞങ്ങൾ കണ്ടു. यीशु मसीह को मरे हुए में देखा. യേശുവിന്റെ ശരീരം ഞങ്ങൾ കൊണ്ടുവന്ന് കല്ലറയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. हमने यीशु मसीह के उस मरे हुए शरीर को हमने दफनाया यहाँ पर. ഇന്ന് രാവിലെ ആ ശരീരത്തെ റെസ്പെക്ട് ചെയ്യുവാൻ ഞങ്ങൾ എണ്ണയുമായി വന്നിരിക്കുന്നു. आज सुबह इस शरीर के लिए हम तेल लेकर आए थे. എന്നാൽ യേശുവിനെ കാണുവാനില്ല. लेकिन हम यीशु मसीह को देख. യേശു എവിടെ പോയി? यीशु कहां गया? ആ യേശുവിന്റെ കല്ലറയുടെ അടുക്കൽ വന്നപ്പോൾ ദൂതന്മാരെ മാത്രം അവർക്ക് കാണാം. यीशु मसीह के कब्र के पास आकर उन्होंने सिर्फ दूतों को देखा. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. ऐसा एक अवस्था में थे कि उन्हें पता ही नहीं क्या करें. ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ऐसा यहाँ पे അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു പോയെന്ന് പറഞ്ഞു. वे डरकर सिर नीचे करके बैठे रहे. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭയം വരുമ്പോൾ മുഖം കുനിയുക. जब हम डरते हैं क्या होता है कि हम सिर झुकाकर बैठते हैं. എല്ലായ്പ്പോഴും ആ ഒരു കാര്യം ഒരുപോലെ സംഭവിക്കുകയില്ല. हर बार ऐसा नहीं होता. എന്നാൽ ഇവിടുത്തെ ഭയം എന്ന് പറയുമ്പോൾ
ആ ഭയത്തിന്റെ മുമ്പിൽ ഉത്തരമില്ലാതെ അവരുടെ മുഖം കുനിഞ്ഞുപോയി. लेकिन यहाँ पे इस प्रकार की डर की बात हुई ഭയം വരുമ്പോൾ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. जब हम डरते हैं तो विनती करनी चाहिए. എന്നാൽ ഇവിടുത്തെ ഭയത്തിന് ഒരു പ്രശ്നമുണ്ട്. लेकिन यहाँ पे हम देख सकते हैं അവരുടെ ഉത്തരം മുട്ടിപ്പോയി. कि उनके पास कोई उत्तर नहीं था. കാരണം അവർ കൊണ്ടുവച്ച യേശുവിനെ കാണാനില്ല. क्योंकि जिस यीशु को उन्होंने वहां पे दफनाया वो ഉത്തരം മുട്ടിക്കുന്ന ഭയം അവരുടെ ജീവിതത്തിൽ വന്നു. उस प्रकार के एक सवाल का एक डर उनके अंदर था. യഹൂദന്മാരോട് ഇനി എന്തുത്തരം പറയും? यहूदियों को क्या उत्तर देंगे? ഈ യേശുവിനെ നിങ്ങൾ രാവിലെ ആരാധിക്കാൻ പോയതല്ലേ, എന്ത് യേശു എന്ന് ചോദിക്കുന്നവരോട് എന്തുത്തരം പറയും? वो लोग पूछेंगे कि यीशु ने आराधना करने गए थे, कहाँ तुम्हारा यीशु? ऐसा कहेंगे. എന്തുത്തരം പറയും? അവരുടെ ജീവിതത്തിൽ മുഴുവനും അവ്യക്തമായ ആ അവസ്ഥയിൽ അവർ ഭയപ്പെട്ട് അവരുടെ മുഖം കുനിച്ചു നിൽക്കുക. क्या उत्तर देंगे हम उन लोगों को इस प्रकार की एक अवस्था में वो लोग सिर झुकाकर बैठे हुए थे? ദൂതന്മാർ അവരോട് പ്രസംഗിക്കുവാൻ തുടങ്ങി. दूत जो स्वर्गदूत थे उनसे कहने लगे. ദൂതന്മാർ എങ്ങനെയാ പറഞ്ഞത്? स्वर्गदूत ऐसे कहने लगे. യേശു തന്നെയല്ലേ പറഞ്ഞത് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്? क्या यीशु ने नहीं बताया कि तुम्हें वह जी उठूंगा? യേശു ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. यीशु तुम्हें बता चुका था कि मरने के बाद वो जी उठेगा. ദൂതന്മാർ പറഞ്ഞ വർത്തമാനമാണെങ്കിൽ പോലും ഇത് ശിഷ്യന്മാരുടെയും ആരുടെയും ഉള്ളിൽ കയറാൻ അല്പ പ്രയാസമുണ്ടായി, സമയമെടുത്തു. स्वर्गदूतों ने ये बात कहा था, फिर भी ये जो बात उन चेलों के अंदर नहीं पहुंची थी. ഇവരെ ഈ ഹാപ്പി ന്യൂസ് വന്ന് 12 പേരോട് വന്ന് 11 പേരോട് പറഞ്ഞു. 11 ശിഷ്യന്മാർ കൂടിയിരുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു. So ये जो अच्छी खबर सुनने के बाद वो 11 चेले जहां पर बैठे थे उन्हें ये सुसमाचार ഈ सुनाया. സഹോദരന്മാരത് വിശ്വസിച്ചാണ് ഓടിപ്പോയി പറഞ്ഞത്. बड़े विश्वास के साथ वो स्त्रियां वहां पर, എന്നാൽ ഇത് പറഞ്ഞത് അവിശ്വാസികളോടാ പറഞ്ഞത്. लेकिन ये अविश्वासियों को उन्होंने അപ്പോൾ അവരുടെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ അവിശ്വാസത്തിന്റെ വാക്ക് മുഖേന അതിന് കോട്ടം വന്നു. तो क्या हुआ कि जैसे उनके अंदर एक विश्वास था और जो अविश्वास जो चेले के अंदर उनके अंदर एक ഇപ്പോൾ अविश्वास. ആർക്കും വിശ്വാസമില്ല. अब क्या हुआ कि तो किसी के अंदर भी विश्वास था. കണ്ടവനും വിശ്വാസമില്ല, കേട്ടവനും വിശ്വാസം. जिसने उसे देखा उसके अंदर भी विश्वास नहीं था और जिसने सुना उसके अंदर भी എല്ലാവരും ഭയപ്പെട്ടിരിക്കുക. हर कोई डर चुका. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യാം. परमेश्वर का धन्यवाद. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഇതെല്ലാം വെറും ഒരു കഥ പോലെ തോന്നി. वहां यहाँ पे लिखा है वो ऐसी एक कहानी जैसे उनको सब कुछ लग रहा था. ആരോ പറഞ്ഞു കൊടുത്ത കഥ പോലെ അവർക്ക് തോന്നി. किसी ने ये कहानी सुनाई है, इस प्रकार में ऐसा लगा. ദൂതന്റെ ശബ്ദം കേട്ടതാണ്, स्वर्गदूतों की आवाज सुनी थी, ദൂതന്മാരെ കണ്ടതാണ്. दूतों को देखा भी था, എന്നാൽ ഈ സമയം लेकिन यहाँ पर പ്രൈസ് ദി ലോർഡ്, ആമേൻ, അവരെ കണ്ടതുപോലും അവർക്ക് കഥയായി അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. जिस चीज को उन्होंने देखा वो भी एक कहानी के रूप में, കാരണം ഇതിനെ ആരും വിശ്വസിക്കുന്നില്ല. क्योंकि कोई भी उस पर विश्वास नहीं कर रहा था. എന്നിട്ട് ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നടക്കുന്നത് വിശ്വാസമല്ല, ഇവിടെ നടക്കുന്നത് ആശ്ചര്യം, ഭയം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. यहाँ पे विश्वास की बात नहीं हो रही, बल्कि लोग यहाँ पर बड़ी डरे हुए हैं, ആരും ഉറച്ചു വിശ്വസിക്കുന്നില്ല. कोई भी थोड़ा सा विश्वास भी नहीं कर रहा. ഇത് വിശ്വസിക്കാവുന്ന വാർത്തയാണെങ്കിലും വിശ്വസിക്കുവാൻ സാധ്യമാകുന്നില്ല. എല്ലാവരും ഭയപ്പെടുന്നു, ആശ്ചര്യപ്പെടുന്നു, അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ये एक ऐसी अवस्था है जहाँ पर वो विश्वास कर सकते हैं, फिर भी कोई उस बात पर विश्वास नहीं. അപ്പോൾ യേശു അവൻ ഒരു കാര്യം ചെയ്തു. तो यीशु मसीह ऐसा ही അന്ന് രാവിലെ യേശു ഉയർത്തെഴുന്നേറ്റതാണ്. उस दिन सुबह यीशु मसीह जी उठे, ऐसा लिखा അന്ന് है. രാത്രി വരെ ഈ ഉയർത്തെഴുന്നേൽപ്പ് ആരും വിശ്വസിച്ചില്ല. और उस रात तक किसी ने इस पर विश्वास नहीं किया. അപ്പോൾ യേശു ഇങ്ങനെ ചിന്തിച്ചതാണ്, यीशु मसीह ने ऐसे सोचा होगा, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് എന്റെ ശിഷ്യന്മാർ അറിയണം. मैं जी उठाऊं, इस प्रकार मेरे ഞാൻ चेले, എന്താ ചെയ്യേണ്ടത്? मैं क्या करूँगा? ഞാൻ 11 പേരുടെ അടുത്ത് ചെല്ലണോ? मैं क्या 11 चेलों के पास അതോ जाऊं? ഞാൻ 500 പേരുടെ അടുത്ത് ചെല്ലണോ? या मैं 500 लोगों के बीच में जाऊं? ഞാൻ എന്നെ ക്രൂശിച്ച ആ കാൽവറി മലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ജീവനോടെ ഞാൻ ഇറങ്ങി വരണമോ? क्या मैं जहाँ पर मुझे क्रूसित किया गया था वहाँ क्या मैं उस पहाड़ पर उतरूं? പല ചോദ്യങ്ങളായിരിക്കും ഒരുപക്ഷെ ആ സമയത്തുണ്ടായത്. ऐसे कई सवाल यीशु मसीह के अंदर എന്നാൽ आए. യേശു ഒരു തീരുമാനമെടുത്തു. लेकिन यीशु मसीह ने ऐसा किया. ഞാൻ 2 പേരെ ആദ്യം കൺവിൻസ് ചെയ്യാൻ പോവാ. मैं 2 लोगों को सबसे पहले ये Praise the बताऊंगा. Lord. Praise the Lord. ഞാൻ 2 പേരെ കൺവിൻസ് ചെയ്യാൻ പോവാ. 2 व्यक्तियों को मैं इसके बारे में बताऊंगा. അവർ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെട്ടവരല്ല. वो अपोस्तल लोग नहीं थे. അവര് അവര് യേശു ദൂതന്റെ ശബ്ദം കേട്ടിട്ടുമില്ല. उन्होंने दूतों का शब्द भी नहीं सुना कभी. എന്നാൽ ഇവർ लेकिन അവരുടെ ഗ്രാമമായ എമ്മൗസിൽ നിന്ന് യെരൂശലേമിലേക്ക് 7 മൈൽ സഞ്ചരിച്ചു വന്ന് യേശു കർത്താവിന്റെ ക്രൂശീകരണം വരെ കണ്ട് ഭയപ്പെട്ട് മടങ്ങി പോകുന്നവരാണ്. लेकिन ये ऐसे लोग हैं जो 7 महीने तक यात्रा करके यीशु मसीह के कब्र के पास आए थे और डर कर वापस आ रहे हैं. യേശു 2 പേരെ അവനെ ഒരുമിച്ച് പിടിച്ചേക്കുന്നു. यीशु मसीह 2 लोगों को यीशु मसीह ने उनके ഈ 2 പേരിൽ നിന്ന് യേശു തന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. और इन 2 व्यक्तियों से यीशु मसीह ने अपनी वो साक्ष्य को शुरू किया. സുവിശേഷം ഒരിക്കലും വിശ്വസിക്കുന്നത് മൾട്ടിറ്റ്യൂഡ്സ് അല്ല, സുവിശേഷം വിശ്വസിക്കുന്നത് വ്യക്തികളാണ്. सुसमाचार एक बहुत बड़ी भीड़ नहीं
भीड़ नहीं विश्वास करती बल्कि व्यक्ति पर विश्वास। സുവിശേഷത്തെ യഥാർത്ഥമായി അംഗീകരിക്കുന്നത് വ്യക്തികളാണ്. जो सुसमाचार को अच्छी तरह से कौन समझते हैं वो। അതുകൊണ്ട് തന്നെ സുവിശേഷം കേൾക്കുന്നതിനുള്ള ബന്ധത്തിൽ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. इसलिए जब भी हम सुसमाचार सुनते हैं वो से हम ഈ വർത്തമാനം ഒറ്റയ്ക്ക് കേൾക്കുന്നതാണ് നല്ലത്. जब भी हम सुसमाचार सुनते हैं तब उस കാരണം ഒരുമിച്ച് കേട്ടാൽ ആമേൻ അവിടെ ആർഗ്യുമെന്റ്സ് ഉണ്ടാകും. അത് നിന്റെ ഉള്ളിലിട്ട് കയറാൻ ആമേൻ അടുത്ത് നിൽക്കുന്നത് സമ്മതിക്കുകയില്ല. क्या होता है कि अगर इस सुसमाचार को हम एक साथ बहुत सारे एक भीड़ में सुनेंगे तो हम काफी भेदभाव होंगे. മറിയയ്ക്ക് ഒരു ദൈവം ഒരു പ്രോമിസ് കൊടുത്തപ്പോൾ അവളുടെ ഉള്ളിൽ അത് അവൾ സംഗ്രഹിച്ചു. मरियम को परमेश्वर ने एक आज्ञा दी तो वो उसके मरियम के दिल के अंदर वो बैठ സ്തോത്രം. നിനക്ക് ദൈവം ഒരു പ്രോമിസ് തന്നാൽ അത് എപ്പോഴും ഓർത്തോണം. അത് ഒരിക്കലും എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. अगर परमेश्वर ने तुमसे कुछ वादा किया है तुम इस बात को याद रखें तुम उसको सबको नहीं बता पाओगे. നിന്റെ ഭാവിയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്റെ പ്രോമിസ് ദൈവം നിനക്ക് തരുമ്പോൾ അത് നിന്റെ അടുത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാകുകയില്ല. പത്രോസ് ഉണ്ടെങ്കിൽ യോഹന്നാൻ ഉണ്ടെങ്കിലും ഇതെല്ലാം കണ്ട് കേട്ടവരാണെങ്കിൽ പോലും അവർക്ക് മനസ്സിലാവുകയില്ല. हो सकता है कि promise is just for you. Promise is given just for you. जो परमेश्वर वादा करता है वो तुम्हारे लिए करता है. അപ്പോൾ ഇവരിങ്ങനെ യെരുശലേമിൽ അന്ന് രാവിലെ യേശു ഉയർത്തെഴുന്നേറ്റു. രാത്രി ആകാറായ സമയം അവർ തീരുമാനിച്ചു ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞു. Let's go back. The story is finished. Let's go back to our home. तो ये यीशु मसीह सुबह जी उठे और वो सारा दिन वो विश्वास नहीं कर पाते और वो स्त्री कहते चलो वापस. അപ്പോൾ അവർക്ക് 7 മൈലാണ് നടക്കേണ്ടത്. तो 7 मील तक उनको यात्रा करना था. അവർ 7 മൈൽ നടക്കുക എന്ന് പറയുമ്പോൾ അത് ഈസി ആയ ഒരു കാര്യമല്ല. കാരണം അവരുടെ മനസ്സിനെ ഭരിക്കുന്ന ഒരു ഭാരം അവരുടെ ഉള്ളിൽ കിടക്കുകയാണ്. 7 मील तक यात्रा करने की बड़ी मुश्किल की बात है क्योंकि उनके अंदर एक सवाल बार-बार आई जा रहा है. അവർ ഭാരം വഹിച്ചുകൊണ്ടുള്ള യാത്രയാണിത്. इस भारीपन को वो लेकर चल रहे थे. യേശു കർത്താവ് ഉയർത്ത ദിവസത്തെ യാത്രയാണെന്നാൽ ഇവർക്ക് ആ ഉയർപ്പിനെ അനുഭവിക്കുവാൻ സാധ്യമാകാത്ത യാത്ര. यीशु मसीह उस दिन जीवित थे लेकिन वो उसको समझ नहीं पा रहे थे. ഇവിടെ സൂര്യാസ്തമയം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. यहाँ पे सूरज ढलने वाला एक അവർ രാത്രിയിലേക്ക് പ്രവേശിക്കുകയാണ്. और रात के अंदर प्रवेश कर रहे हैं. ആ രാത്രിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നടക്കുന്നവരെ പോലും കാണുവാൻ പറ്റാത്ത രീതിയിൽ യെരുശലേമിൽ നിന്ന് വെസ്റ്റ് കേന്ദ്രീയമാക്കിയാണ് അവർ പോകുന്നത്. അപ്പോൾ തീർച്ചയായും അവർ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ നോക്കിക്കൊണ്ടാണ് അവരുടെ യാത്ര അവർ ചെയ്യുന്നത്. तो हम देख सकते इतनी रात की वो पश्चिम की तरफ वो जो ढलते हुए सूरज को देखकर वो यात्रा कर रहे हैं. കൂടെ അനേകർ നടക്കുന്നുണ്ടായിരിക്കും. साथ में बेशक बड़े सारे लोग चल रहे हैं. ഏകദേശം 11 കിലോമീറ്റർ അവർക്ക് നടക്കണം. 11 किलोमीटर कम से कम उनको चलना. ഒരു മണിക്കൂറിൽ 5 കിലോമീറ്റർ താണ്ടിയാൽ പോലും മിനിമം 2 മണിക്കൂറെങ്കിലും അവർക്ക് ബ്രേക്ക് എടുക്കാതെ അവർക്ക് നടക്കാനുള്ള സമയമുണ്ട്. कम से कम 2 it's about 11 kilometers, so it takes minimum of 2 hours. तो 11 किलोमीटर की दूरी थी तो कम से कम 2 घंटे लग जाते थे. അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് വന്ന രീതിയിലുള്ള യാത്രയിൽ ഇത് ഹെവി ആയിട്ടുള്ള യാത്രയാണ്. तो ये जो यात्रा थी आप जिस प्रकार वो आए थे उस प्रकार की यात्रा थी बल्कि बड़े भारीपन के साथ. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ അവരുടെ പ്രതീക്ഷയും അസ്തമിക്കുകയാണ്. जैसे कि सूरज चढ़ रहा था तो उनकी जो प्रतीक्षा थी उनके अंदर वो അവരുടെ മനസ്സ് സെറ്റിൽ ആകുന്നില്ല. उनका जो मन था वो बैठ नहीं रहा. അതിനുള്ളിൽ മുഴുവനും ഭയമാണ്. वो बिल्कुल डरे हुए थे. ഒരു തീരുമാനത്തിലെത്തുവാൻ സാധ്യമാകുന്നില്ല. एक समझौता नहीं कर पा रहे थे. അവരിത് കേട്ടതേ ഉള്ളൂ. എന്നാൽ യേശു കർത്താവിനെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. उन्होंने ये सब सिर्फ सुना ही था लेकिन यीशु मसीह को उन्होंने नहीं ഉയർത്തിയ യേശുവിനെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. जीवित हुए यीशु मसीह को उन्होंने सीधा नहीं देखा. അവിടെ ആ വേദഭാഗത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഇവർ അവൻ നടക്കുന്ന സമയത്ത് അവർ സംസാരിക്കാൻ തുടങ്ങി. वहां पे हम देख सकते हैं कि चलते हुए वो एक दूसरे से बात करने लगे. 2 പുരുഷന്മാരാണ് ഇവർ എന്നുള്ളതിന് തെളിവില്ല. 2 पुरुष क्या वो 2 पुरुष थे कि ऐसा नहीं था. എന്നാൽ ഇവർ ഒരു ഭവനത്തിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേയെങ്കിൽ യേശു കർത്താവിന്റെ ഗണത്തിലുള്ള ഒരു ഭാര്യ ഭർത്താവുമാകാൻ നല്ല സാധ്യതയുണ്ട്. हो सकता है कि ऐसे भी हो सकता है This could be a husband and wife. एक पति या पत्नी भी हो सकते हैं. ऐसे भी हो सकता है കാരണം ഇവർ പോകുന്ന ഒരു ഭവനത്തിലോട്ടാണ്. क्योंकि वो लोग एक घर के अंदर जा रहे हैं. അവരുടെ യാത്ര ഒരുപോലെയാണ് പോകുന്നത്. उनकी जो यात्रा वो एक साथ जा रहे हैं. എന്നിട്ട് അവർ സംസാരിക്കുവാൻ തുടങ്ങി. वो एक दूसरे से बात करने ഇനി लगे. ഭാര്യ ഭർത്താവാണെന്ന് ഉറപ്പിക്കാനുള്ള മറ്റൊരു കാര്യമാണ് അവർ തർക്കിക്കുന്നുണ്ടായിരുന്നു, വാദിക്കുന്നുണ്ടായിരുന്നു. तो हम यहाँ पे देख सकते हैं कि वो एक दूसरे से बड़े भेदभाव भी कर रहे थे और आर्गुमेंट्स भी कर रहे थे. അവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അവരുടെ മുഖം വാടിയിരുന്നു. और वहाँ पे हम देख सकते हैं कि उनका जो मुंह था वो चेहरा था वो गिरा അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് അവർക്ക് ആർക്കും വ്യക്തമല്ല. അവരുടെ മുഖം വാടിയ മുഖത്തോടുകൂടെ അവർ യാത്രയാവുകയാണ്. तो उनके जीवन में क्या वो कोई नहीं जानता था. इसी कारण एक गिरे हुए चेहरे के साथ वो यात्रा कर. അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 23ാമത്തെ വാക്യത്തിൽ ആമേൻ സ്തോത്രം ഞങ്ങളെല്ലാം ഭ്രമിച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ 23वें वचन में हम देख सकते हैं कि वो कहते हैं कि हम डरे हुए हैं. We are afraid. हम बड़े डरे हुए हैं. Praise the Lord.
ആമേൻ, അവരുടെ ആമേൻ സ്തോത്രം ആശ നഷ്ടപ്പെട്ടു. 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ഞങ്ങൾ ആശിച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം അവരുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു. 21वें वर्ष में हम देख सकते हैं, परंतु हमें आशा थी कि यदि इस्राएल को छुटकारा देगा। यहाँ पर देख सकते हैं कि उनकी जो आशा थी वो नष्ट हो गई। ആശ നശിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ ഹോപ്പ് മരിച്ചു. ആ മരിച്ച ഹോപ്പിനെ അവർ കുഴിച്ചിട്ടാ വരുന്നത്. इसका अर्थ ये है कि उनके अंदर जो आशा थी वो बिल्कुल नष्ट हो चुकी थी और उसे वो गाड़ के वापस അവരുടെ സകല ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ആ കല്ലറയിൽ അടച്ചു വെച്ചേച്ച് അവർ പോവുകയാണ്. जो उनके अंदर प्रतीक्षाएं थी वो सब कुछ दफनाकर वो जा रहे थे। Praise the Lord, hallelujah. അത് മാത്രമല്ല, അവരുടെ വിശ്വാസം എന്നത്തേക്കാൾ ഉപരിയായി ഒരു വളരെ മോശം ഷേപ്പിലായി ആയിരിക്കുന്നത്. सिर्फ यही नहीं बल्कि उनका जो विश्वास था बाकी दिनों से भी ज्यादा बिल्कुल नीचे गिरा हुआ। 25-ാമത്തെ വാക്യത്തിൽ ഇവരോടുകൂടെ ചേർന്ന് കിടന്ന് യേശു ഇങ്ങനെ പറയുന്നത്, ഹല്ലേലൂയ ബുദ്ധിഹീനരെ, എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാ പറയുന്നത്. 25वें वर्ष में यीशु कहते हैं, निर्बुद्धियों और भविष्यवक्ताओं की सब बात पर विश्वास करें। വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ യെരൂശലേമിൽ പോയത്. बड़ी प्रतीक्षा के साथ वो यरूशलेम ആഗ്രഹത്തോടുകൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോയതാണ്. बड़ी खुशी के साथ उसे मनाने गए। പെസഹയൊക്കെ കണ്ട് യേശുവിന്റെ മഹത്വം കണ്ട് വരുവാൻ പോയതാണ്. फसह के बाद यीशु मसीह की उस महिमा को देखने गए थे। എന്നാൽ തിരിച്ചു വരുമ്പോൾ അവരുടെ ആശ നഷ്ടപ്പെട്ടു. लेकिन जब वापस आते समय അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. उनका समाधान नष्ट हो गया था। അവരുടെ ജീവിതത്തിൽ ഭ്രമമുണ്ടായി. उनके अंदर उनके जीवन में അവരുടെ വിശ്വാസം പോയി. उनका विश्वास അവർ മന്ദബുദ്ധികളായി. मंदबुद्धि बन गए। അവർക്കെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നില്ല. कुछ किसी भी बात पर विश्वास नहीं करते। ദൈവത്തിന്റെ വചനത്തെ അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധ്യമാവുന്നില്ല. परमेश्वर के वचन को अपने अंदर ही रख पा रहे थे। ആമേൻ, സാക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധ്യമാവുന്നില്ല. वाणियों को अपने अंदर ही रख पा रहे थे। വചനം ഉൾക്കൊള്ളുവാൻ സാധ്യമാവുന്നില്ല. वचन को अपने अंदर ही रख पा रहे थे। ആരെല്ലാം വചനങ്ങൾ പറഞ്ഞാലും അത് അവരുടെ തലയിൽ കയറുന്നില്ല. कोई भी अगर उसे उन्हें वचन सुने वो उनके അവരുടെ अंदर ഹൃദയം ഭയത്താൽ ഭാരത്താൽ അത് അവിശ്വാസത്തോടുകൂടി ആയിരിക്കുകയാണ്. उनका हृदय डर से और भारीपन और अविश्वास में पड़ा है। Praise the Lord. അപ്പോൾ ഇവിടെ അവർ ഒരു ഫ്യൂണറൽ കഴിഞ്ഞ് വരുന്ന പോലെ അവരുടെ യാത്ര. हम देख सकते हैं कि किसी को दफनाने के बाद जैसे वापस आते उस प्रकार की यात्रा थी। Praise the Lord. Hallelujah. ഞാൻ ഓർക്കുന്നുണ്ട്, ആമേൻ ആമേൻ സ്തോത്രം, സ്വന്തമായ ഭവനങ്ങളിൽ ആമേൻ മരണം നടന്നിട്ടുള്ളവർക്കറിയാം. ആമേൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം അടക്കിയതിനു ശേഷം തിരിച്ച് സെമിത്തേരിയിൽ നിന്ന് വീട്ടിലോട്ടുള്ള നടപ്പാണ് ആമേൻ നമ്മുടെ ഏറ്റവും വലിയ ഭീതിയുടെ നടപ്പെന്ന് പറയുന്നത്. जिनके घर जिनका अपना ही किसी अपने घर का कोई अगर जैसे मालूम मर जाता है और उसे दफनाने के बाद जब हम वापस आते हैं हम जानते हैं कि किस प्रकार को एक भारीपन हमारे अंदर हो। ആ സമയം വരെ എല്ലാവരും ഉണ്ടായിരുന്നു. तब तक हर कोई हमारे साथ था। എന്നാൽ കുന്നിറങ്ങി താഴെ വന്ന് മണ്ണും കാപ്പിയും കഴിച്ചതിന് ശേഷം ആരും പിന്നെ കാണാറില്ല. लेकिन ये सब कुछ हमारे साथ आके खा पी के अब कोई भी नहीं है। പാസ്റ്റർ വഴിക്ക് പോയി. पास्टर अपने काम में चला गया। പത്രോസിന്റെ വഴിക്ക് പോയി. पतरस अपने घर में चला गया। മറിയുടെ വഴിക്ക് പോയി. मरियम अपने रास्ते में। എല്ലാവരും പോയ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ആമേൻ സ്തോത്രം, അന്ത്യന്റെ ഞാനും എന്റെ മാതാവും എന്റെ രണ്ട് സഹോദരിമാരും തന്നെ വരുന്ന സമയം. तो हम यहाँ पे देख सकते हैं एक माँ और उसकी बहन एक साथ वापस आ रही है। ഹൃദയത്തിൽ വലിയ ശൂന്യതയാണ്. उनके हृदय में बड़ा खालीपन। ഇനി എങ്ങനെയാണ് അടുത്ത ദിവസം ആമേൻ ഇന്ന വ്യക്തിയില്ലാതെ നേരം വെളുപ്പിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത ശൂന്യതയുള്ള സമയം. अगले दिन हम कैसे अकेले हम जाएंगे इस They put all their hope in Jesus, अपना पूरी आशा यीशु मसीह but they can't find Jesus anymore. यीशु मसीह को देख They lost their hope. उन्होंने अपनी आशा खो दी। എന്നാൽ ആ സമയം അവരോട് കൂടെ ഒരാൾ ചേർന്ന് നടക്കുകയാണ്. लेकिन इस समय में भी एक व्यक्ति उनके साथ चल रहा है। യേശു അവരോട് ചേർന്ന് നടക്കുന്നു. यीशु मसीह के साथ चल रहा है। Praise the Lord. യേശു അവരോട് ചേർന്ന് നടക്കുന്നു. यीशु मसीह के साथ चल रहा है। യേശു പതുക്കെ അവരോട് അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കാൻ और फिर यीशु मसीह आराम से उनके हृदयों से बात करने लगा। അവരുടെ ഹൃദയത്തിന്റെ അവിശ്വാസത്തെ യേശു സൗഖ്യമാക്കുവാൻ തുടങ്ങി. हृदय के अविश्वास को यीशु मसीह जगह അവരുടെ ഭയത്തെ യേശു പുറത്താക്കുവാൻ തുടങ്ങി. डर को यीशु मसीह बाहर निकालने लगता है। അവരുടെ ആശ തിരികെ നൽകുവാൻ തുടങ്ങി. जो आशा थी वो उन्हें वापस देने लगता है। അവരുടെ തർക്കങ്ങളെയും വാദങ്ങളെയും യേശു സോൾവ് ചെയ്യുവാൻ തുടങ്ങി. जो कुछ भी वो आर्ग्यूमेंट करते थे उनसे यीशु मसीह फल बताने लगता है। അവരുടെ നഷ്ടപ്പെട്ടു പോയ ആത്മാവ് ശക്തിയെ അവർക്ക് യേശു തിരികെ നൽകുവാൻ തുടങ്ങി. उनकी जो आत्मा नष्ट हो चुकी थी उसे यीशु मसीह वापस देने लगा। യേശു അവരുടെ ഹൃദയത്തിലേക്ക് ഒന്നുകൂടെ വരാൻ പോവുകയാണ്. यीशु मसीह फिर से उनके हृदय के अंदर आ रहा था। യേശു അവനെ ഇതുവരെയും അവരുടെ ജീവിതത്തിൽ പിടിക്കാത്തതുപോലെ ഒരു പുതിയ സ്ഥാനം പിടിക്കുവാൻ പോവുകയാണ്. यीशु मसीह उनके हृदय में एक नया स्थान पकड़ने जा रहा है। ഇനിയും മുതൽ അവർ അറിയുവാൻ പോകുന്ന യേശുവിനെ, ആമേൻ, ഒരു വ്യത്യസ്തനായ ഒരു യേശുവിനെ അവർ അറിയാൻ പോവുകയാണ്. जिस यीशु को वो जानने वाले थे वो एक बड़ा ही अलग एक यीशु मसीह को जानने वाला। നമ്മുടെ ജീവിതം പലപ്പോഴും നഷ്ടപ്പെട്ട റോഡുകളിൽ നമ്മൾ തന്നെ ഒന്നും അറിയാൻ വയ്യാതെ ഭാരപ്പെട്ട്
ഭാരപ്പെട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊള്ളണം, പ്രതീക്ഷയില്ലാതെ പ്രത്യാശയില്ലാതെ നാം നടക്കുമ്പോൾ, തർക്കിക്കുമ്പോൾ, വാദിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, ആമേൻ ഒരു രീതിയിലും ആമേൻ പരസ്പരം ഒത്തുപോകുവാൻ സാധ്യമല്ലാതെ ആമേൻ വാഗ്വാദങ്ങൾ ഉണ്ടായി ജീവിതം അവസാനിക്കുകയാണെന്ന് നീ കരുതിയിരിക്കുമ്പോൾ നിന്നോട് ചേർന്ന് നടക്കുന്ന ഒരു യേശു നിനക്ക് വേണ്ടിയുണ്ട്. बिना किसी प्रतीक्षा के, बिना किसी आशा के जब हम सुनसान सड़कों में चलते हैं तो इस बात का ध्यान रखें कि हमेशा यीशु हमारे साथ है. ആമേൻ നിന്റെ യാത്ര എല്ലാം തകർന്നിട്ടുള്ള യാത്രയായിരിക്കും. हो सकता है कि तुम्हारी यात्रा पूरी तरह नष्ट हो चुकी होगी. ആമേൻ എല്ലാം തകർന്ന് അവസാനത്തെ യാത്രയിലായിരിക്കാം നീ ഇങ്ങോട്ട് വന്നത്. हो सकता है कि तुम्हारी उस आखिरी यात्रा में എന്നാൽ നീ ഇന്ന് യേശുവിനെ കൊണ്ട് പോകാൻ പോവുകയാണ്. लेकिन अब तुम अपने यीशु मसीह को साथ लेकर ആമേൻ ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ കൊണ്ട്, ജീവനുള്ള ഒരു യേശുവിനെ കൊണ്ട്, ഈ യേശുവിന്റെ ജീവൻ നിന്നിൽ യേശു നൽകുവാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെ നീ കാണുവാൻ പോകുന്നു. നിനക്ക് വേണ്ടി ജീവൻ നൽകി യേശുവിനെ നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നു. വിശ്വസിക്കുവാൻ പറ്റുമോ? ഇന്ന് നീ ആലയത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ യേശു നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നിന്റെ കടത്തെ യേശു നീക്കുവാൻ പോകുന്നു. നിന്റെ അവിശ്വാസത്തെ യേശു സൗഖ്യമാക്കുവാൻ പോകുന്നു. നിന്റെ മന്ദമായ വിശ്വാസത്തെ യേശു സുഖമാക്കുവാൻ പോകുന്നു. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഈ യാത്രയിൽ മടക്കി കിട്ടും. നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് മടക്കി കിട്ടും. അവനെ നീ സൂക്ഷിച്ചു പിടിച്ചോണം. അവനെ ചേർത്ത് പിടിച്ചോണം. എന്റെ നീ അവനായിരുന്നു ഇവിടെ വന്നതല്ല, യേശു നിന്നെ കൊണ്ടുവന്നതാണ്. യേശു കർത്താവിന് ആവശ്യമുണ്ട്. ഇന്ന് നീ ഒരു ഉയർത്തെഴുന്നേറ്റവരെ കൊണ്ട് പോവുകയാണ്. നിന്റെ മുമ്പിലുള്ള സൂര്യൻ നിന്റെ വഴിയിൽ അസ്തമിക്കാൻ പോവുകയാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയ സൂര്യന്റെ ശക്തിയോടെ നീ നടക്കുവാൻ നീ കടലിലോട്ട് കടക്കാൻ പോകുന്നേ. എന്നാൽ നീ ദൈവമക്കളുടെ നടുവിൽ പത്രോസിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷ്യം കണ്ടവരുടെ നടുവിൽ നീ എഴുന്നേൽക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? ഈ അടുത്ത ദിവസം നേരം പുലരുന്നതിന് മുമ്പ് നിന്നെ തിരിച്ച് ഇന്ന് രാത്രിയിൽ തന്നെ യേശു നിന്നോട് പ്രത്യക്ഷമാകുന്ന സമയത്ത് തന്നെ യേശു പത്രോസിന് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. യേശു എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് കൂടെ നടന്ന ആ മോമെന്റിൽ തന്നെ പല തവണകളിൽ പലരുമായി യേശു അതേ സമയം സംസർഗം നടത്തിക്കൊണ്ടിരിക്കുക. അന്ന് രാത്രിയിൽ സകല അവിശ്വാസികളുടെയും അവിശ്വാസങ്ങളെ കർത്താവ് സൗഖ്യമാക്കി. എല്ലാവരുടെയും കൂടെ യേശു ഒരേ സമയം നടന്നു. സ്തോത്രം. എമ്മൗസിലേക്ക് യേശുണ്ട്, പത്രോസ് ഇരിക്കുന്നിടത്ത് യേശുണ്ട്. അങ്ങനെ അവിശ്വാസത്താൽ ഭാരപ്പെട്ട സകല കൂട്ടങ്ങളിലും യേശു അന്ന് രാത്രിയിൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തു. തന്റെ സാന്നിധ്യത്താൽ അവരെ സൗഖ്യമാക്കിയ രാത്രിയായിരുന്നു. അവൻ സർവ്വവ്യാപിയായ യേശുവാണ്. അവൻ എമ്മൗസിലേക്കുള്ള റോഡിൽ അവനുണ്ട്. അവൻ നീ ക്ലോസ്ഡ് ആയിട്ടുള്ള മുറിയിലിരിക്കുന്നുവെങ്കിൽ അവിടെ യേശുണ്ട്. അവൻ തുറസായ സ്ഥലങ്ങളിലുണ്ട്. ക്ലാസ് മുറികളിലുണ്ട്. അവൻ വാഹനങ്ങളിലുണ്ട്. അവൻ ഹാമിൽട്ടണിലുണ്ട്. അവൻ ടൊറന്റോയിലുണ്ട്. അവൻ ചൈനയിലുണ്ട്. അവൻ ഇറാനിലുണ്ട്. അവൻ ഇന്ത്യയിലുണ്ട്. നമ്മൾ ഇന്നിവിടെ ആരാധിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് യേശുവിനെ നമ്മൾ ആരാധിക്കുന്നത് പോലെ തന്നെ ലോകവ്യാപകമായി അവൻ സർവ്വവ്യാപിയായ യേശുവാണ്. He knows everything about me. He ministers in a way that you are the only person who is receiving his visitation. ഞാൻ അവന്റെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ തോന്നുക ഞാൻ മാത്രമേ ഉള്ളെന്ന് അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്. So we need to know him. അവനെ അറിയാൻ പറ്റിയില്ലെങ്കിൽ, അവന്റെ സാന്നിധ്യം അറിയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു നടപ്പാണ്. ഇത് സൂര്യൻ അസ്തമിക്കാനുള്ള ഒരു നടപ്പാണ്. അവരെ നിനക്ക് അറിയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ. എന്നാൽ ഇന്ന് യേശു നിന്നോട് കൂടെ ഉണ്ട്.
यीशु हमारे साथ है। നീ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ क्या तुम ऐसे कुछ अगर तुम ये चीजें कर पाओगे तो ഈ യേശു നിന്റെ ഹൃദയം തുറക്കും. ये यीशु तुम्हारे हृदय को खोलेगा। എന്നോ യേശു നമ്മുടെ കൂടെയുണ്ട്, പക്ഷെ യേശുവിനെ അറിയാൻ വയ്യാത്തൊരവസ്ഥയാണെങ്കിൽ तुम मान लो ऐसे जरा सोच रहे हो यीशु मसीह साथ में लेकिन तुम उसे पहचान नहीं पा रहे, അതിനാ തോൽവി എന്ന് പറയുന്നത്. इसका बोलते हैं हार। സ്തോത്രം. യേശുവിനെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആമേ സ്തോത്രം, നമ്മൾ നമ്മുടെ ആമേ അവസ്ഥകളിൽ നമ്മൾ ഭാരപ്പെട്ട് കരഞ്ഞ് ഭാരപ്പെട്ട് തർക്കിച്ച് വാദിച്ച് അവിശ്വസിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ യേശുവിനെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത്. जिस वक्त हम बिल्कुल गिरे हुए होते हैं और उस वक्त अगर हम यीशु मसीह को नहीं पहचान पाते वो हमारे जीवन की सबसे बड़ी हार है। So in order to receive his fellowship, तो यीशु मसीह की उपस्थिति को पाने के there are some things that are happening here. ऐसी कुछ चीजें जो यहाँ पर ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് walk with him, അവനോട് കൂടെ നടക്കുക. पहली बात यीशु मसीह के साथ चले। അവനോട് കൂടെ നടക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ ആ കൂടെ നടക്കുന്നയാളുടെ സ്പീഡാണ് നമ്മുടെ സ്പീഡ്. तो मान लो अगर कोई हमारे साथ चल रहा है तो हम उसी एक रफ्तार में हम चलेंगे। എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു लेकिन यहाँ മനുഷ്യരുടെ സ്പീഡിനനുസരിച്ച് തന്റെ വേഗതയെ ക്രമീകരിക്കുക तो ചെയ്യും. हम यहाँ पे देख सकते हैं कि जीव था वो यीशु, हम मनुष्यों के उस रफ्तार में यीशु मसीह भी चल रहा ആ 7 മൈലിന്റെ യേശു നടന്നു എന്നുള്ളത്, वो 7 मील यीशु मसीह चला। ആ റിസറക്റ്റഡ് ഫീറ്റ് ആ ഭൂമിയെ അവൻ ടച്ച് ചെയ്തത് 7 മൈൽ ഇവരോട് കൂടെ യേശു നടക്കുക. वो जीव था वो यीशु 7 मील तक चलता रहा। വാതിലില്ലാതെ മുറിയിലേക്ക് കടന്നു വരുന്ന രീതിയിലുള്ള ഉയർത്തെഴുന്നേറ്റ ശരീരമായി യേശുവിന് അപ്പോൾ ഉള്ളത്. यीशु मसीह का एक ऐसा शरीर था जो कब्र में से बाहर आ गया था। ഏതെല്ലാം അടച്ച വാതിലിലും യേശുവിന് വരുന്ന രീതിയിലാണ് യേശുവിന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റതാകുന്നത്. एक बंद दरवाजे से बाहर आ सकता था, ऐसा एक शरीर था यीशु मसीह। പറന്നൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ അവൻ യേശുവിന് സാധ്യമായി തീരും. यीशु मसीह एक जगह से दूसरी जगह तक उड़ के जा सकता था। എന്നാൽ ഉയർത്തെഴുന്നേറ്റ പാതകൾ ഒരിക്കൽ കൂടെ ഈ അവിശ്വാസികൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. यीशु मसीह जीवन के बावजूद भी यीशु मसीह उन अविश्वासियों के लिए ദൈവസ്നേഹം എത്ര വലിയതാണ്. അവനോട് കൂടെ നീ നടക്കുക. उसके साथ Walk with him. അവനോട് കൂടെ നടക്കുക. साथ चले। അവന്റെ വേഗം നീ അറിയുവാൻ നിനക്കൊരു ആഗ്രഹം ഉണ്ടാകട്ടെ. उसकी रफ्तार में चलने के लिए तुम्हारा അതറിയാത്ത സമയത്ത് പോലും അവൻ നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്റെ അടുത്തുകൂടെ നടക്കുകയാണ്. बेशक तुम उससे पहचान नहीं पाओगे फिर भी वो तुम्हारे साथ चल रहा है। ഇതിന്റെ ഇടയ്ക്ക് വന്ന് മറ്റൊരു കാര്യമുണ്ട്. ആമേ സ്തോത്രം. യേശു അവരോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ വാദിച്ച് തർക്കിച്ച് നടക്കുന്നത്? तो हम यहाँ पे देख सकते हैं यीशु मसीह उनसे पूछता है तुम ये क्या बातचीत कर रहे हो। ഉടനെ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അവർ വാടിയ മുഖത്തോടെ അവിടെ നിന്നു. तो हम देख सकते हैं कि वहाँ पे एक वो डर गिरे हुए चेहरे के साथ वहाँ पे खड़े रहे എന്നുവെച്ചാൽ യേശു അവിടെ നിന്നു വന്നിരുന്നു. और फिर यीशु मसीह भी वहाँ पे रुका। അപ്പൊ നോക്കിക്കണേ, യേശു ഈ അവിശ്വാസികളുടെ വേഗത യേശു അതിനെ നടന്ന് ചികിത്സിക്കുക ചെയ്യുന്നത്. तो हम यहाँ पे देख सकते हैं कि ये जो यीशु मसीह अविश्वासियों के साथ साथ चल रहा है। യേശു നമ്മളോട് കൂടെ നടക്കുന്നവരാണ്. यीशु मसीह हमारे he walks with us. यीशु मसीह हमारे साथ चल रहा है। നമ്മുടെ അവിശ്വാസത്തോടുകൂടെ നമ്മൾ എവിടെയെങ്കിലും നിന്ന് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ യേശു നമ്മളോട് അവിടെ നിൽക്കുക. जब हम अविश्वास के साथ कहीं रुक जाते हैं वहाँ पे यीशु അങ്ങനെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവനോട് കൂടെ പാർക്കുക. दूसरी बात उनके साथ रहना। അവരിങ്ങനെ സംസാരിച്ചു വന്ന യേശു പ്രവാചകന്മാരുടെ വചനത്തിൽ നിന്നെല്ലാം യേശു പ്രൂവ് ചെയ്തു ഞാൻ ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ അത് സംഭവിക്കേണ്ടതാണ്. യേശു അതിനെ തെളിയിച്ചു. यीशु मसीह ने उन सभी भविष्यवक्ताओं की भविष्यवाणी के द्वारा यीशु मसीह ने ये साबित कर दिया था कि मैं जी उठूंगा। അപ്പോൾ ഇവരിങ്ങനെ 7 മൈൽ നടന്ന് സ്തോത്രം നല്ല ക്ഷീണം കാണും. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ ഭവനത്തിലേക്ക് ഇവർ കയറാൻ പോലും പോകുന്നത്. तो काफी थकावट थी उनके अंदर। ये जो 7 मील चलकर बड़ी थकावट थी। काफी दिनों बाद वो अपने घर के अंदर जा रहे थे। ഒരാഴ്ച കുറഞ്ഞത് 3 ദിവസമെങ്കിലും ഇവരുടെ ഭവനത്തിൽ ഇവർ കയറിയിട്ടില്ല. कम से कम देख सकते कि 3 दिन तक वो अपने घर के अंदर नहीं गए। സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു സ്തോത്രം അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ സ്തോത്രം ഒരു ഭവനത്തിലേക്ക് യേശു പ്രവേശിക്കുക ചെയ്തു. तो इस प्रकार के अंतरिक्ष में यीशु मसीह उनके घर के अंदर जा रहे हैं। നിങ്ങളെല്ലാം ഇന്ന് ആരാധിക്കുവാനായിട്ട് നിങ്ങൾ ഇവിടെ വന്നു. तुम सब यहाँ पे आराधना करने के लिए आए। തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വീട് എത്ര രസമായിരിക്കും അല്ലേ? घर वापस जाते समय घर कैसा ഷീറ്റ് ഒരിടത്തായിരിക്കും കിടക്കുന്നത്, बेडशीट एक जगह होगा, ഉടുപ്പ് ഒരിടത്തായിരിക്കും കിടക്കുന്നത്. कपड़े इधर-उधर गिरे पड़े होंगे। അത് പെട്ടെന്ന് ഒരു ഗസ്റ്റിനെ ഞങ്ങൾ വരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾ അവിടെ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞേച്ച് വരാം. मान लो अगर कोई मेहमान अगर तुम्हें बुला करके बोलता है कि मैं आ रहा हूँ तो हम बोलेंगे थोड़ा 10 मिनट के बाद आओ। Praise the Lord. കാരണം ഇതിപ്പോ 3 ദിവസം കഴിഞ്ഞ ഒരു ഭവനമാണ്. ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്യുവാൻ ഒന്നും അവിടെ കാണുകയില്ല. हम यहाँ पे देख सकते हैं 3 दिन के बाद वो अपने घर में जा रहे हैं। ഫ്രഷ് മിൽക്ക് അവിടെ കാണുകയില്ല, कुछ भी खाना पीना नहीं ഫ്രഷ് होगा, വാട്ടർ അവിടെ കാണുകയില്ല, अच्छा पानी नहीं होगा, ഒന്നും ആ വീട്ടിൽ ഫ്രഷ് ഇല്ല. कुछ भी वहाँ पे അപ്പോൾ ഇവരുടെ വീടിന്റെ വാതിൽക്കൽ യേശു വന്നു. तो इनके घर के आंगन में यीशु मसीह അപ്പോൾ യേശു സ്തോത്രം ഒരു ഭാവം കാണിച്ചു.
I mean, he showed an expression. यीशु मसीह ने एक भाव दिखाया उन्हें. ആ ഭാവം എന്ന് പറയുന്നത് ഒറ്റ മൊമെന്റിൽ ഇവർക്ക് മനസ്സിലായെന്നുള്ളതാണ്. तो हम देख सकते हैं कि एकदम उनको ये इस बात का ആ ഭാവം എന്ന് പറയുന്നത് അവർ തിരിച്ചറിഞ്ഞ അവർക്ക് അനുഗ്രഹമായി. तो जिस भाव के कारण ആ യേശുവിന്റെ ഭാവം എന്ന് പറയുന്നത് ഞാൻ മുമ്പോട്ട് നടക്കുകയാണെന്നുള്ള ഭാവം യേശുവോട് ഇറക്കി. तो यीशु मसीह ने वहां पे एक इस प्रकार की भावना दिखाई कि मैं आगे चलूंगा. ആ ഭാവം അവർ കണ്ടപ്പോൾ जब उन्होंने ये देखा, അവർ പറയുകയാണ് ഞങ്ങളോട് കൂടെ ഇന്ന് രാത്രി പാർത്തിട്ട് പോയച്ചാൽ മതി. जब उन्होंने इसको देखा तो उन्होंने यीशु मसीह कहा हमारे साथ आज रात को ഞങ്ങൾ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ हमसे जब बात करते हैं ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം കുറയുന്നതായി ഞങ്ങൾക്ക് തോന്നുന്നു. हमसे बात करते हैं हमारे हृदय ഞങ്ങളുടെ ഉള്ളിൽ ഒരു കത്തൽ ഓൾറെഡി നടക്കുന്നതായി ഞങ്ങൾക്ക് അനുഭവിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസം നഷ്ടപ്പെടുന്നതായി ഞങ്ങൾക്ക് തോന്നുന്നു. हमारा जो अविश्वास था वो खत्म हो रहा था. ഞങ്ങളുടെ ഭയം മാറുന്നതായി ഞങ്ങൾ അനുഭവപ്പെടുന്നു. हमारा डर दूर होता है. ഇന്ന് രാത്രി നിന്റെ കുറെ സമയം കൂടെ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളോട് കൂടെ നീ പാർക്കുവാൻ അവൻ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വരാമോ? क्या तुम कुछ और समय हमारे साथ इस घर में रहने के लिए क्या तुम हमारे साथ आओगे क्या? Hallelujah, praise the Lord. നമ്മുടെ യേശു മര്യാദയുള്ളവനാണ് നമ്മുടെ കർത്താവ്. यीशु मसीह बड़े आराम से वहां पे Amen. He still needs our permission. फिर भी हम हमारे परमेश्वर All you need to do is that if you need to experience him, you need to dwell with him. അവന്റെ കൂടെ നമ്മൾ പാർക്കണം. अगर तुम उसे एक्सपीरियंस करना चाहते हो तो तुम्हें उसके साथ അന്ന് രാത്രി യേശു ആ ഭവനത്തിൽ ചെന്നു. उस रात को यीशु मसीह के घर में Definitely our fresh smell ഉള്ള ഭവനമൊന്നുമല്ലത്. हो सकता है कि बिल्कुल सब कुछ इधर-उधर കത്തിച്ചൊന്നും അല്ല പോയത്. വനിതയുടെയോ ഒന്നിന്റെയും ആപ്പിളിന്റെ ഫ്ലേവർ ഉള്ള ഒരു എയറും അവിടെ ഇല്ല. അവിടെയുള്ള എയർ എന്ന് പറയുന്നത് സ്റ്റഫ്ഡ് ആയിട്ടുള്ള എയർ ആണ്. ആ 2-3 ദിവസമായി വാതിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. क्योंकि 3 दिन से वो दरवाजा बंद पड़ा था. इसी कारण काफी बदबू थी उस घर में. എന്നാൽ യേശു അവൻ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അവൻ അവരുടെ ഭവനത്തിലേക്ക് ആ മനുഷ്യന്റെ മണമടിക്കുവാൻ അവരുടെ ഭവനത്തിൽ ആ സ്റ്റഫ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ യേശു കടന്നു ചെല്ലുകയാണ്. इसके बावजूद भी यीशु मसीह उन अविश्वासियों के घर में उनके साथ उस घर में യേശു വളരെ സിമ്പിൾ ആണ്. यीशु बड़ा ही सिंपल. യേശു കോംപ്ലിക്കേറ്റഡ് അല്ല. यीशु बिल्कुल യേശു നമ്മുടെ കൂടെ നടക്കുന്നവനാണ്. യേശു നമ്മുടെ കൂടെ പാർക്കുന്നവനാണ്. നമ്മൾ പ്രഘോഷിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായ യേശു അവനൊരു മതമല്ല. യേശു ഒരു വ്യക്തിയാണ്. അവൻ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ബന്ധമാണ്. യേശുവിനോടുകൂടെ ജീവിക്കുമ്പോൾ അവന്റെ ജീവൻ നമുക്ക് പകർന്നു തരുന്നു. Still he needs your permission. Still he doesn't take any force. അവൻ ശക്തിയോടെ കഥകൾ തുറന്നു വരുന്നവനല്ല. രാത്രി അവർക്ക് പല എക്സ്ക്യൂസുകൾ ഉണ്ടായിരുന്നു. അവർക്ക് പല കാര്യങ്ങൾ പറയായിരുന്നു. യേശുവിനെ ഇന്ന് മുതൽ നമുക്ക് വേണ്ട, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്നൊക്കെ അവർക്ക് പറയായിരുന്നു. യേശു ഇതിനു മുമ്പ് അവൻ പലരുടെയും അവൻ ക്ഷണത്തെ യേശു തിരസ്കരിച്ചിട്ടുണ്ട്. ഒരു ശരാശരൻ പറഞ്ഞു എന്റെ വീട്ടിലൊന്നും വരണ്ട, ഇവിടെ നിന്ന് സൗഖ്യമാക്കിയാൽ മതി. യേശു വീട്ടിൽ പോകാതെ സൗഖ്യമാക്കി. യേശു എല്ലാവരുടെയും ഭവനങ്ങളിൽ അങ്ങനെ പോയിട്ടില്ല. യേശു എല്ലാവരുടെയും ക്ഷണം അങ്ങനെ സ്തോത്രം പെട്ടെന്ന് സ്വീകരിച്ചു പോയിട്ടുമില്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അവൻ സ്തോത്രം ഒരു ഭവനത്തിൽ നിന്ന് രാത്രിയിൽ വിടുതൽ നൽകിയേ പറ്റുകയുള്ളൂ. അവൻ ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു സൗഖ്യം ഇന്ന് രാത്രിയിൽ ഞാൻ കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഇവരെ അലട്ടുന്ന ഈ ആർഗ്യുമെന്റിനെ അവൻ ഇവിടെ ഈ സംശയത്തെ അവൻ അതിനെ നിരാകരിച്ചേ മതിയാവുകയുള്ളൂ. ഇവരെ ഞാൻ ഇന്ന് രാത്രിയിൽ ഒന്നിപ്പിച്ചേ പറ്റുകയുള്ളൂ. ഞാൻ ഇവിടെ ഭവനത്തിലേക്ക് ചെല്ലുവാൻ പോവുകയാണ്. അന്ന് രാത്രി അവർ ആർഗ്യുമെന്റോടുകൂടെ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ യേശു അവരെ അനുവദിച്ചില്ല. സംശയത്തോടെ കിടന്നുറങ്ങുവാൻ യേശു അവരെ അനുവദിച്ചില്ല. നമ്മുടെ യേശു നമ്മുടെ സംശയങ്ങളെ അവൻ ദൂരീകരിക്കുന്നവരാണ്. അവൻ നമ്മുടെ സകല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവൻ കെട്ടുകളെ പൊട്ടിക്കുന്നവരാണ് നമ്മുടെ യേശു. അവ യേശു ഭവനത്തിൽ വന്നപ്പോൾ ആ ഭവനത്തിൽ അതാ ഒരു അപ്പം ഇരിക്കുന്നു. അപ്പം എന്ന് പറയുന്നത് സകല ഭവനങ്ങളിലുമുണ്ട്. അതെല്ലാ ഭവനങ്ങളിലും നുറുക്കത്തക്ക രീതിയിൽ അപ്പം പാകമായി എപ്പോഴും ഉണ്ട്. ഇറ്റ്സ് എ കോമൺ മാൻസ് ഫുഡ്. ആ അപ്പം എവിടെ എങ്ങനെ
जानते कि वो रोटी उस घर के अंदर but there was bread. लेकिन एक रोटी वहां पर അവൻ എല്ലാ പാവപ്പെട്ടവന്റെ ഭവനത്തിൽ ബ്രെഡ് എന്നുള്ള എസൻഷ്യൽ വസ്തുവുണ്ട്. हर व्यक्ति के घर में वो एक रोटी അവൻ അപ്പം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം. यहूदियों के अनुसार वो जो रोटी बहुत ही ബ്രെഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണ്. അവൻ സ്തോത്രം ഗുജറാത്തിൽ ആവശ്യമാണ്, പഞ്ചാബിൽ ആവശ്യമാണ്, കേരളത്തിൽ ആവശ്യമാണ്, എല്ലായിടത്തും ബ്രെഡ് ആവശ്യമാണ്. रोटी की आवश्यकता हर जगह में है. അവൻ സ്തോത്രം അവൻ ഈ ഭക്ഷണം എന്ന് പറയുന്നത് അവൻ അതിലുപരിയായി അവൻ സ്തോത്രം അതൊരു കമ്മ്യൂണിയന്റെ അവൻ സ്തോത്രം ഒരു ഘടകമാണത്. നമ്മുടെ കർത്താവ് പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്നപ്പോൾ അവിടെ അബ്രഹാം അപ്പം നുറുക്കിയിട്ടുണ്ട്. മൽക്കീസദേക്ക് അബ്രഹാമിന് അപ്പം കൊടുത്തതായി നമുക്കറിയാം. സ്തോത്രം ചെയ്യാം. അപ്പോൾ അപ്പം എന്ന് പറയുന്നത് എല്ലാ ഭവനങ്ങളിലും ഒരു കമ്മ്യൂണിയനെ റെസ്റ്റോർ ചെയ്യുന്ന ഒരു ഘടകമായി അവൻ അപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം അന്ന് സംഹാരകൻ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവരുടെ ഭവനങ്ങളിൽ നിന്ന് പാസ് ചെയ്യുന്ന സമയത്ത് അന്ന് രാത്രിയിലും ആ ഭവനങ്ങളിൽ അപ്പം ഉണ്ടായിരുന്നു. പുളിക്കാത്ത മാവ് കൊണ്ട് ഉണ്ടാക്കിയ അപ്പം. उस वक्त हम देख सकते हैं कि जब मौत का स्वर्गदूत जब इस्राएल के मिस्र में आया था उस दिन भी उनके घर में वो आखिरी रोटी എന്തുകൊണ്ടാണെന്നറിയോ പുളിക്കാത്ത സ്തോത്രം മാവ് കൊണ്ടുള്ള അപ്പം എന്ന് പറയുന്നത്. आखिरी रोटी का अर्थ क्या है? അവരെ സംബന്ധിച്ച് ആ സമയത്ത് ധാന്യം എന്ന് പറയുന്നത് അത് ചീപ്പായിട്ടുള്ള കാര്യമല്ലായിരുന്നു. उनके अनुसार उस वक्त जो അവർ അടിമകളായിരുന്നപ്പോൾ അപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസിയായ കാര്യമല്ല. जब वो बंदी थे मिस्रियों के अंदर तो ये रोटी बनाना बड़ा मुश्किल था. കാരണം അവർ അവിടെ ജോലിക്കാരാണ്, അവരവിടെ കൃഷിക്കാരല്ല, അവിടെ ജോലിക്കാരായി ഇഷ്ടികപ്പണി ചെയ്യുക അവരവിടെ ചെയ്യുന്നു. वहां पे हमेशा काम करते रहते थे. അതുകൊണ്ട് തന്നെ അപ്പം എന്ന് പറയുന്നത് അവർ ആ രാത്രി വരെയും അവരുടെ ജീവിതത്തിൽ സുലഭമല്ലായിരുന്നു. കാരണം അവർ അപ്പം ഉണ്ടാക്കുന്ന ഒരു സംസ്കാരം അവര് രൂപപ്പെട്ടിരുന്നില്ല. क्योंकि क्या था कि वो उस रोटी को बना ही नहीं पाते थे इतने काम के कारण. എന്നാൽ അന്ന് രാത്രി ആ ദൈവ കുഞ്ഞാടിന്റെ ആടിന്റെ ശരീരത്തോടുകൂടെ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടെന്ന് യേശു ഉറപ്പാക്കി. वहां पे इस बात का पक्का किया कि उनके घर हर एक घर में അന്ന് രാത്രി മുതൽ ഇസ്രായേലിന്റെ പാളയത്തിൽ ദൈവം അപ്പത്തെ മടക്കി കൊടുത്തു. उस वक्त यीशु मसीह ने उस मिस्र में यीशु എന്നാൽ അപ്പത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. लेकिन उस रोटी में ആ പ്രശ്നം എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പമായിരുന്നു. वो एक आखिरी रोटी थी. കാരണം അന്ന് രാത്രി ദൈവം കമാൻഡ് കൊടുത്തത് ലാസ്റ്റ് മിനിറ്റ് ആണ്. क्योंकि परमेश्वर ने आखिरी वो समय में उन्हें പുളിച്ചു പൊങ്ങി അപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അത് പുളിച്ചു പൊങ്ങി നല്ല അപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ അന്ന് കമാൻഡ് കൊടുത്ത അന്ന് രാത്രിയിൽ അന്ന് അപ്പത്തെ ആ മാവിനെ പുളിപ്പിക്കുവാൻ അവർക്ക് അവസരമുണ്ടായില്ല. അതുകൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പം അന്ന് അവരുടെ സ്തോത്രം കുഞ്ഞാടിന്റെ ശരീരത്തോടുകൂടെ അവിടെ അറുക്കപ്പെട്ടത്. हम देख सकते हैं कि क्यों परमेश्वर ने वो आखिरी रोटी दी. അന്ന് രാത്രി മുതൽ ദൈവം ഒരു സ്തോത്രം അവരെ ഓർമ്മയ്ക്കായി സ്തോത്രം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ പെസഹയുടെ അപ്പം മുറിക്കുമ്പോൾ നിങ്ങൾ ഓർത്തു വെച്ചോണം. പുളിപ്പെന്ന് പറയുന്ന കാര്യമില്ലാതെ സ്തോത്രം അവസാന മിനിറ്റിൽ കുഴച്ച സ്തോത്രം അല്പം ഹാർഡായിട്ടുള്ള അപ്പമായിരിക്കണം ഇനി നിങ്ങൾ വർഷം നിങ്ങൾ മുറിക്കേണ്ടത്. और उस वक्त परमेश्वर ने इस्राएलियों को ये बताया कि आगे आने वाले सालों में भी तुम उस आखिरी रोटी का इस्तेमाल കർത്താവിനെ സ്തോത്രം ചെയ്യുക. സ്തോത്രം ഇങ്ങനെ ഒരു അപ്പം ഇവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. तो एक रोटी उनके പുളിച്ചതാണോ നമുക്കറിയില്ല, പുളിപ്പില്ലാത്തതാണോ അറിയില്ല. എന്നാൽ ഇത് ഒരുവൻ കയ്യിലെടുത്തു. तो यीशु मसीह ने उसे उठाया. എന്നിട്ട് ആ യേശു ചെയ്ത കാര്യം എങ്ങനെയാണ്? तो यीशु मसीह ने ऐसा किया. സ്തോത്രം ഹല്ലേലൂയ. അവന്റെ കയ്യിൽ ആ അപ്പം എടുത്തതിനു ശേഷം യേശു അതിനെ നുറുക്കി. यीशु मसीह ने उस रोटी का तोड़ा. നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത് നുറുക്കി അവർക്ക് കൊടുക്കുന്ന സമയം और उससे तोड़ के दे അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ ദൈവാത്മാവിന്റെ വ്യാപാരം ഉണ്ടായി. അവർ യേശു അപ്പം നുറുക്കുന്ന വിധം അവർ പ്രത്യേകമായി അവർ കാണുകയാണ്. യേശു ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും യേശുവിന്റെ കൈയെ അവർ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത ഒരു മോമെന്റ് ഉണ്ടായിരുന്നു. 5000 പുരുഷന്മാർക്ക് അതിലധികം മൾട്ടിറ്റ്യൂഡിന് യേശു പുരുഷാരൻ കാണെ അപ്പം നുറുക്കിയപ്പോൾ യേശു അപ്പം നുറുക്കുന്ന വിധം വ്യത്യസ്തമായിരുന്നായിരിക്കാം. यहाँ पे ऐसा भी हुआ होगा कि जब यीशु मसीह 5000 लोगों के सामने उस रोटी को तोड़ रहे थे, इस प्रकार के एक दृश्य वहां पे हुआ. യേശുവിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. यीशु मसीह के प्यार हमें समझ. യേശുവിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. यीशु मसीह के प्यार ഇത് യേശുവിന്റെ അനുഗ്രഹമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് കൂടെ യേശു
पहचानना चाहते हो तो यीशु मसीह के साथ एक उपस्थिति की आवश्यकता है। उन हाथों में यीशु मसीह ने उस रोटी को उठाया, उसे तोड़ते समय उनकी आंखें खुल गई, उनकी आंखें खुल गई, उनकी आंखें खुल गई और उन्होंने यीशु मसीह को पहचाना। उन्होंने यीशु मसीह को पहचाना। बल्कि यीशु मसीह ने जब उस रोटी amazing power the next moment. और फिर वो अगले ही पल इतनी बड़ी शक्ति उनके they are willing to go back once again to Jerusalem. वो फिर से यरूशलेम में जाने के लिए तैयार हो गए। അവർ ക്ഷീണിച്ചു തളർന്ന വന്നത് യേശു അപ്പം മുറുക്കി അവർ ഒരുപക്ഷെ കഴിച്ചു കാണും. അത് കഴിക്കുന്ന സമയത്ത് അവരിലൊരു വലിയ ദൈവശക്തി അവിടെ വ്യാപരിച്ചു. അവർ പറയുക അത് പോവുകയല്ലേ, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമ്മൾ 7 മൈലിലൂടെ നടക്കാൻ പോവുക. ഇന്ന് രാത്രിയിൽ തന്നെ നമ്മുടെ പത്രോസിനെ കാണണം, നമ്മുടെ മണിയെ കാണണം, ശിഷ്യന്മാരെ കാണണം. ഹല്ലേലൂയ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഘോഷകരായി നമുക്ക് തീരണം. शक्ति उनके अंदर आएगी, वो फिर से यरूशलेम में जाने के लिए तैयार हो जाते हैं। അവർ ഇങ്ങനെ 7 മൈൽ ഓടി യെരുശലേമിൽ വന്നപ്പോൾ ആ മുറിയിൽ ഇരിക്കുന്നവര് അവയെ സ്തോത്രം എല്ലാവരും സാക്ഷ്യങ്ങൾ പറയും. तो वो जो 7 मील यात्रा करने के बाद जब वो वापस आते हैं तो वो लोग गवाहियां वो सुनते हैं. ഇവര് വിചാരിക്കുന്നത് ഇവരുടെ ഒരു വലിയ സാക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഓടി ആ മുറിയിലേക്ക് വരിക. तो वो लोग दौड़कर उस घर के अंदर जाते हैं. ഇവര് വിചാരിച്ചു ഞങ്ങൾ മാത്രം ഈ ശക്തി കണ്ടുള്ളൂ. तो ऐसा लगता है कि सिर्फ इन्होंने उस शक्ति को ഇവര് വിചാരിച്ചത് പത്രോസ് ഒന്നും കണ്ടിട്ടില്ലെന്ന്. तो ऐसा लगा कि पतरस ने नहीं देखा होगा. എന്നാൽ ഇങ്ങനെ അവിടെ കാണുന്നത് അവരവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇരുന്നോട് പറയുക, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. लेकिन जब वो लोग वहां पे पहुंचते हैं तो ऐसा देखते हैं कि हर कोई यीशु मसीह की बात करता है. യേശു അന്ന് രാത്രിയിൽ അവൻ 2 പേരോട് കൂടെ നടന്ന്, ഒരാളോട് കൂടെ നടന്ന്, അവൻ 3 പേരോട് കൂടെ നടന്ന്, അന്ന് രാത്രിയിൽ സർവ്വവ്യാപിയായി അവൻ ചെറിയ കൂട്ടങ്ങളെ കൂട്ടി യേശു സകലരുടെയും മനസ്സിലുണ്ടായിരുന്ന ഭാരത്തെ യേശു അതിനെ നീക്കിക്കളഞ്ഞു. दो लोगों के साथ, 3 लोगों के साथ, अलग-अलग लोगों के साथ सर्वव्यापी होते हुए यीशु मसीह ने ഇതിനകത്ത് മറ്റൊരു അവൻ ലൂക്കോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവൻ സ്തോത്രം അവിടെ ലൂക്കോസ് എടുത്തു പറയുന്നുണ്ട്. അവൻ സ്തോത്രം അവൻ ഇങ്ങനെ പറയുന്നത്, അവൻ 34-ാമത്തെ വാക്യം, അവൻ കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശീമോന് പ്രത്യക്ഷനായി എന്ന്. वहां पे ऐसा भी लिखा है कि प्रभु सचमुच जी उठा और शिमोन को दिखाई दिया. ശീമോനെ തന്നെ എവിടെ യേശു പിടിച്ചു. कहीं शिमोन അതെങ്ങനെയാണ് ശീമോൻ പത്രോസ് ഒരിടത്ത് പ്രസംഗിച്ചിട്ടുണ്ടോ അറിയില്ല. പക്ഷെ ഞാൻ ഓർക്കുകയാണ് ശീമോനെ യേശു വെളിപ്പെടുത്തിയ വിധം എങ്ങനെയായിരിക്കും. लेकिन मैं ये सोचता कि कैसे यीशु मसीह प्रकट हुए हैं. ചില മണിക്കൂറുകൾക്ക് മുമ്പ് യേശുവിനെ അറിയാമെന്നൊക്കെ പറഞ്ഞ് ഒറ്റിക്കൊടുത്തു. कुछ घंटे के बाद, कुछ घंटों से पहले यीशु शिमोन ने कहा कि मैं जानता ही नहीं यीशु. ആ moment when Peter met Jesus,
അതാരും അത് പറഞ്ഞിട്ടില്ല, ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അത് പത്രോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിവിടെ വന്നതിനെ. അത് പത്രോസിന്റെ യേശുവിന്റെ രഹസ്യമാണ്. എവിടെ വെച്ചായിരിക്കും പത്രോസിനെ യേശു കണ്ടത്? പത്രോസിനെ ആമേ സ്തോത്രം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കുമോ, അതോ ആമേ സ്തോത്രം ആമേ ഹൃദയത്തിൽ മറ്റ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്ന അറിയില്ല. It is an untold story. And it remains untold today. ഇന്ന് രാത്രി നീ എങ്ങനെ ഇവിടെ വന്നെന്നുള്ളത് ഒരു മനുഷ്യനോട് സാക്ഷ്യം പറഞ്ഞു ഉറയ്ക്കാൻ പറ്റിയല്ല. യേശുവിനെ നീ അനുഭവിച്ചറിയേണ്ടതാ, അത് വാക്കുകളിൽ ഒതുക്കാൻ പറ്റിയല്ല. ആമേൻ ഹല്ലേലൂയ. നീ ഒരു പത്രോസാണ് ഇവിടെ. നിന്നെ കർത്താവ് സൗഖ്യമാക്കി നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ. ആമേൻ സ്തോത്രം. So who are you today? Are you Peter? Are you among those two husband and wife who are walking to Emmaus? നീ ഒരു മറിയയാണോ? നീ ഒരു ശൂശനെയാണോ? യോഹന്നെയാണോ? Amen. Jesus is, amen, loving you today. He is coming to you near your seat. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് എന്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് it's a secret. Your spiritual life is a secret which only you and Jesus know. ആരോട് പറഞ്ഞാലും മനസ്സിലാകുകയില്ല. യേശുവേ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശുവേ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റമോ വന്നു എന്നിൽ. അവൻ തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാനേ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാനേ. എന്തു മാറ്റം വന്നു എന്നിൽ. If you don't have Jesus in your life today, अगर आज तुम्हारे जीवन में यीशु मसीह नहीं है तो would you invite him today? क्या तुम उसका स्वागत करोगे अपने अंदर? എല്ലാ കണ്ണടഞ്ഞിരിക്കുമ്പോൾ യേശുവിന് ഹൃദയം കൊടുക്കാത്തവര്, यीशु मसीह को जिन्होंने अपना हृदय नहीं दिया, തീരുമാനം എടുക്കാത്തവര്, जिन्होंने अभी तक ये नहीं दिया, സ്നാനപ്പെടുവാൻ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ जिन्होंने अब तक बपतिस्मा नहीं दिया, ഇന്ന് നീ അതിനെ എടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. आज तुम उसको യേശു